ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. ഞാനിവിടെ പറയാൻ പോകുന്നത് മലയാളത്തിൽ 2025 ഒട്ടനവധി സിനിമകൾ ഇറങ്ങിയായിരുന്നു. അതിൽ IMDb റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സിനിമകളെ തരംതിരിച്ച് പറയുകയാണ്. IMDb റേറ്റിംഗിൽ ആദ്യം തന്നെ വരുന്ന മൂവി എന്ന് പറഞ്ഞാൽ ലോകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന മൂവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സൂപ്പർ ഹീറോ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കിടിലൻ മൂവിയാണ്. മലയാളത്തിൽ ഇന്നേ വരെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവി തന്നെ പറയാനുള്ള ഈ പടം കണ്ടിട്ട് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാം സ്ഥാനത്ത് വരുന്ന എക്കോ, ഒരു കിടിലം സർവൈവൽ, ഒരു ത്രില്ലർ, എല്ലാ ഒരു അങ്ങനത്തെ പറയാവുന്ന ടൈപ്പ് ഒരു കാറ്റഗറി വരുന്ന ഒരു കിടിലം മൂവി തന്നെയാണ് എക്കോ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് എക്കോയാണ്. മൂന്നാം സ്ഥാനത്ത് വന്നത് രേഖാചിത്രം. മലയാളത്തില് 2025 ആദ്യത്തെ സൂപ്പർ ഹിറ്റ് അടിച്ച മൂവിയാണ് രേഖാചിത്രം. ഒരു കിടിലം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണ് ഇത്. പിന്നെ നാലാമതായിട്ട് വരുന്നത് പടക്കളമാണ്. കിടില ഒരു കോമഡി, ഈ വർഷം ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് കോമഡി പടം തന്നെ എനിക്ക് പറയാനുള്ളത്. അഞ്ചാം സ്ഥാനത്ത് വരുന്നത് പൊന്മാൻ. ബേസിൽ ജോസഫ് അഭിനയിച്ച ഒരു കിടിലം മൂവിയാണ് പൊന്മാൻ. അതില് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറെ നമ്മളങ്ങനെ കണ്ടു കാണില്ല, അല്ലെങ്കിൽ കൂടുതലും ബേസിലില്ല. ഒരു കിടിലായിട്ട് അഭിനയിച്ച ഒരു മൂവി തന്നെയാണ് ഇത്. ആറാം സ്ഥാനത്ത് വരുന്നത് ഡെയ്സിറി എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ അഭിനയിച്ച് ഒരു കിടിലൻ ഒരു ഹൊറർ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു മൂവിയാണിത്. അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്. ഏഴാം സ്ഥാനത്ത് വരുന്നത് തുടരും. മോഹൻലാൽ അഭിനയിച്ച ഒരു കിടിലൻ ഒരു ഫാമിലി, ഒരു കോർട്ട്, എന്താ പറയാ, അത്യാവശ്യം ഒരു ത്രില്ലർ ടൈപ്പ് തന്നെ ഒരു കിടിലൻ മൂവി തന്നെയാണ് തുടരും. പിന്നെ എട്ടാം സ്ഥാനത്ത് വരുന്നത് ആലപ്പുഴ ജിങ്കാന. ഒരു ബോക്സിങ്ങിനെ ബേസ് ചെയ്ത് വന്ന ഒരു കിടിലൻ മൂവിയാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്നത്. അത് എട്ടാം സ്ഥാനത്താണ് വരുന്നത്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി 9ാം സ്ഥാനത്ത് വരുന്നത് ചാക്കോച്ചന്റെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു വേറിട്ട ഒരു ക്യാരക്ടർ വന്ന ഒരു മൂവിയാണിത്. ഒരു കിടിലൻ മൂവി തന്നെയാണിത്. പിന്നെ 10ാം സ്ഥാനത്ത് തന്നെ ഡൊമിനിക്. മമ്മൂക്ക അഭിനയിച്ച് ഒരു നോർമലി ഡീസന്റ് ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് വെച്ചാൽ ഒരിക്കലും ലാഗില്ലാതെ വന്ന ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണിത് ഡൊമിനിക് എന്ന് പറയുന്നത്. 11ാം സ്ഥാനത്ത് കളങ്കാവൽ. മമ്മൂക്കനെ അഭിനയിച്ച് മമ്മൂക്കനെ ഓരോ ക്യാരക്ടറിന് ഈ വർഷം ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക സിനിമയും വ്യത്യസ്തമായ ക്യാരക്ടറാണ് ഓരോ സിനിമയിലും പുള്ളി ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഈ കളങ്കാവിലെ ക്യാരക്ടറാണ് പുള്ളി. അത്യാവശ്യം തന്നെ കിടിലനായിട്ട് തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നത് 12ാം സ്ഥാനത്ത് വരുന്നത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഷറഫുദ്ദീന്റെ ഒരു CID മൂസ ലെവല് വന്നൊരു ടൈപ്പ് മൂവിയാണ്. അത്യാവശ്യം ആ ലെവലില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കണ്ടിരിക്കാൻ ഒരു മൂവി തന്നെയാണ്. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ഒരു 13ാം സ്ഥാനത്ത് അതാണ് വരുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ ഒരു കോമഡി, ഒരു ഫാമിലി പടമാണിത്. അത്യാവശ്യം നല്ല പടമാണ്. പിന്നെ 14ാം സ്ഥാനത്ത് തലവര. മോനെ, ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഫീൽ ഗുഡ് പടം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. കിടിലൻ മൂവിയാണ് തലവര. അത് 14ാം സ്ഥാനത്താണ് വരുന്നത്. പിന്നെ സർക്കിട്ട്, നമ്മുടെ പാരന്റിങ്ങും ഒരു നമ്മുടെ കുട്ടികളും ആയിട്ടുള്ള ബന്ധവും ഒക്കെ ഒന്നുകൂടി എടുത്ത് സൂചിപ്പിക്കുന്ന ടൈപ്പുള്ള ഒരു മൂവിയാണ് സർക്കിട്ട്. 16ാം സ്ഥാനത്ത് വരുന്ന റോന്ത്. അതായത് ഒരു രാത്രി സമയത്ത് നൈറ്റ് പെട്രോളിംഗ് ഇറങ്ങുന്ന പോലീസുകാരും അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളും അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതും ഒക്കെ സൂചിപ്പിച്ചിരുന്ന ഒരു കിടിലൻ മൂവിയാണ് റോന്ത് എന്ന് പറയുന്നത്. പിന്നെ ഹൃദയപൂർവ്വം. പടത്തിന്റെ പേര് പോലെ തന്നെ ശരിക്കും ഹൃദയം നിറഞ്ഞ് കാണുക എന്ന ടൈപ്പ് മൂവി തന്നെയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ അഭിനയിച്ച ഒരു കിടിലം സിമ്പിൾ ആയിട്ട് വന്ന ഒരു കിടിലൻ മൂവിയാണ് ഹൃദയപൂർവ്വം. പിന്നെ ബൾട്ടി 18ാം സ്ഥാനത്ത് ബൾട്ടി. ഷെയ്ൻ നിഗം അഭിനയിച്ച് ഒരു കിടിലൻ, ഒരു കബഡിയെ ബേസ് ചെയ്ത് വന്ന ഒരു കിടിലൻ മൂവിയാണിത്. പിന്നെ 19ാം സ്ഥാനത്ത് വരുന്നത് എമ്പുരാൻ. ഇത്രയും ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടാകുന്ന പോലും എനിക്കറിയാൻ മേല. അതുപോലെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് കണ്ട മൂവിയാണ് എമ്പുരാൻ. അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്. പിന്നെ ബസൂക്ക. മമ്മൂക്ക ചെയ്തതിൽ
ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്ക ഈ വർഷം ഇറങ്ങിയ ഓരോ സിനിമയും വെവ്വേറെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ ബസൂക്കയിലാണ്. ബസൂക്കയിൽ അഭിനയിച്ചിരിക്കുന്നതാണ്. ഫില്ലായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഐഡന്റിറ്റി ഒരേ സമയം തന്നെ നമ്മൾ ത്രില്ലടിപ്പിക്കുകയും അതേപോലെ തന്നെ ചിന്തിപ്പിക്കുകയും മൊത്തം ഭ്രാന്തി പിടിച്ചു പോണ ടൈപ്പ് ഒരു സിനിമയാണ്. സിനിമ കണ്ടിറങ്ങിയപ്പോ എനിക്ക് എന്തായ അനുഭവമാണ് മെയിനായിട്ട് തോന്നിയത്. പിന്നെ നരിവേട്ട റിയലായിട്ട് നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്ത് ഇറങ്ങിയ ഒരു കിടിലൻ ഒരു സർവൈവൽ മൂവിയാണിത്. പിന്നെ പറയാനുള്ള സുമതി വളവ്, അത് 23-ാം സ്ഥാനമാണ് വരുന്നത് IMDb റേറ്റിംഗിൽ. അതൊരു നോർമലി ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ തന്നെ ഒരു മിക്സഡ് മൂവിയാണ്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ മൂവി തന്നെയായിരുന്നു. പിന്നെ മരണമാസ്, അതാണ് ബേസിൽ ജോസഫ് നായകനാകുന്ന ഒരു കോമഡിയും അത്യാവശ്യം ഫാമിലിയും ഓഡിയൻസിനും എല്ലാവർക്കും കാണാനാകുന്ന വിധത്തിലുള്ള ഒരു മൂവിയാണ് മരണമാസം എന്ന് പറയുന്നത്. പിന്നെ പ്രാവിൻകുടി ഷാപ്പ്, ഒരു ഷാപ്പിനെ ബേസ് ചെയ്തും അവിടെ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ രീതിയും ഒക്കെ ഒരു ത്രില്ലടിപ്പിക്കുന്നതും അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ് പ്രാവിൻകുടി ഷാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആഭ്യന്തര കുറ്റവാളികൾ, നമ്മുടെ പുരുഷന്മാർക്കും നമ്മുടെ ഈ നീതി വ്യവസ്ഥയിലും കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല നീതി വ്യവസ്ഥയിലെ കാര്യങ്ങളിലും പുരുഷന്മാർക്കും ഉള്ളിൽ പങ്കുണ്ടെന്നും ഒന്നുകൂടി എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ള ഒരു മൂവിയാണ് ആഭ്യന്തര കുറ്റവാളികൾ എന്ന് പറയുന്നത്. പിന്നെ ഇന്നസെന്റ്, അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് കോമഡി ഫാമിലി ഓഡിയൻസിന് പറ്റിയ ടൈപ്പ് ഒരു കിടിലൻ മൂവിയാണ് ഇന്നസെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഓടും കുതിര ചാടും കുതിര, നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച അത്യാവശ്യം ഡീസന്റ് ആയിട്ട് അഭിപ്രായം വന്ന ഒരു കിടിലൻ മൂവി തന്നെയാണ്. പിന്നെ പറയാനുള്ളത് 29-ാം സ്ഥാനത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ദിലീപേട്ടൻ നായകനായിട്ട് വന്ന ഒരു ഇമോഷണൽ ആയിട്ടും ഫാമിലി ഓഡിയൻസിന് നല്ലപോലെ കണക്ട് ആകുന്ന വിധത്തിലുള്ള ഒരു മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ദിലീപേട്ടൻ നായകനാകുന്ന മറ്റൊരു മൂവിയാണ്. അത് 30-ാം സ്ഥാനത്താണ് വരുന്നത് IMDb റേറ്റിംഗിൽ. അത്യാവശ്യം നല്ലൊരു കിടിലൻ മൂവി തന്നെയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അത്യാവശ്യം നല്ല മൂവിയാണ്. തിയേറ്റർ വാച്ച് മൂവി തന്നെ പറയാനുള്ളത്. അവസാനം പറയാനുള്ള സർവം മായ, എൻ്റെ അമ്മോ, ഇന്ന് കണ്ടതിൽ വെച്ച് നിവിൻ പോളിയുടെ ഒരു കിടിലൻ മൂവി തന്നെ പറയാനുള്ളത്. ഇതുവരെ നിവിൻ പോളിയുടെ മൂവീസ് കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കിടിലൻ മൂവിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവി ഇത് തന്നെയാണ്. അതൊക്കെയാണ് IMDb റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തെ 2025 ഇറങ്ങിയിരിക്കുന്ന മൂവീസിന്റെ ലിസ്റ്റിൽ പറയുന്നത്. ഈ വർഷം ഇറങ്ങിയത് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് പടങ്ങൾ മാത്രമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ലോക, ഹൃദയപൂർവം, തുടരും, എക്കോ, പൊന്മാൻ, തലവര, ഭപ്പ, സർവമായ, അങ്ങനെ അടങ്ങുന്ന കുറച്ച് സിനിമ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം.